നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ അർജന്റീനയുടെ റൗണ്ട് ഓഫ് 32 പോരാട്ടം നാളെയാണ്. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം സാങ്കേതികമായിട്ട് മറ്റന്നാൾ പുലർച്ചെ 3:30 അർജന്റീന കേപ്പ് വെർദെക്കെതിരെ കളിക്കുന്നത്. ആ മത്സരത്തിനുള്ള അർജന്റീൻ സ്ക്വാഡിൽ ഒരു സർപ്രൈസ് ഇൻക്ലൂഷന് സാധ്യതയുണ്ട് എന്ന് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു ആശ്വാസ വാർത്തയുണ്ട്. അത് മറ്റൊന്നുമല്ല, ക്യൂട്ടി റൊമേറോ ഫിറ്റായിരിക്കുന്നു. ക്യൂട്ടി റൊമേറോ കളിക്ക് പൂർണ്ണ സജ്ജനാണ് എന്ന് പറയുമ്പോൾ നിക്കോളാസ് ഓട്ടാമെൻഡി പുറത്തിരിക്കും, പകരം ക്യൂട്ടി റൊമേറോ തന്നെ കളിക്കും. സോ സ്റ്റാർട്ടിംഗ് 11 സെൻട്രൽ ബാക്കുമാരായിട്ട് ലിച്ച മാർട്ടിനസും അതുപോലെ ക്യൂട്ടി റൊമേറോയുമായിരിക്കും എന്ന കാര്യം അവിടെ ഉറപ്പാവുകയാണ്. നമുക്കറിയാലോ, പരിക്ക് പറ്റി കാൽമുട്ടിന് പരിക്കൊക്കെ ഉള്ളത് കൊണ്ട് കഴിഞ്ഞ മത്സരം അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് അദ്ദേഹം പൂർണ്ണ ഫിറ്റായിട്ട് മടങ്ങിയെത്തുന്നു. സോ ഒരു സംശയവുമില്ലാതെ കോച്ച് അവിടെ അദ്ദേഹത്തെ കളിപ്പിക്കും. പിന്നെ കൺഫ്യൂഷൻ ഉള്ളത് ഒരേ ഒരു പൊസിഷനിലാണ്. അത് ലിയോ മെസ്സിയുടെ കാര്യത്തിൽ ലിയോ മെസ്സിയോടൊപ്പം ആരെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉൾപ്പെടുത്തും മുന്നേറ്റ നിരയിലൊരു പെയറായിട്ട്? അതിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലൗട്രോ മാർട്ടീനസ്, ഹുലിയൻ അൽവാരസ്. ലൗട്രോയും ഹുലിയനും ഈ വേൾഡ് കപ്പിൽ ഇത്ര മികവൊന്നും കാണിച്ചിട്ടില്ല. ലൗട്രോ കഴിഞ്ഞ കളിയിൽ പെനാൽറ്റി ഗോൾ അടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ആരെ കളിപ്പിക്കും എന്ന കാര്യത്തിൽ ചെറിയ ആശങ്ക, ചെറിയ സംശയങ്ങൾ കോച്ചിനുണ്ട് എന്നാണ് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ലൗട്രോക്കാണ് എന്നുകൂടി അവർ പറയുന്നു. അപ്പോൾ മിക്കവാറും ലൗട്രോ കളിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി സർപ്രൈസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ പൂർണ്ണ ഫിറ്റാണ്, റിക്കവേർഡാണ്. എന്നിട്ട് പോലും ഒരു പക്ഷേ ലെഫ്റ്റ് വിങ് ബാക്ക് പൊസിഷനിൽ ഫെക്കുണ്ടോ മെദീനയെ തന്നെ കളിപ്പിച്ചേക്കും. അങ്ങനെയെങ്കിൽ അതൊരു സർപ്രൈസ് ഇൻക്ലൂഷനാണ്. ഫെക്കുണ്ടോ മെദീന ശരിക്കും സെൻറ്റർ ബാക്കായിട്ട് കൂടി, പ്രധാനമായിട്ടും സെൻറ്റർ ബാക്കായിട്ട് കളിക്കുന്ന ആളാണ്. വേണ്ടി വന്നാൽ ആവശ്യമെങ്കിൽ മാത്രം ലെഫ്റ്റ് വിങ് ബാക്കായിട്ട് കളിക്കുന്ന ആളാണ്. കഴിഞ്ഞ കളികളിൽ അദ്ദേഹം ഇറങ്ങിയ 2 കളികളിലും മികച്ച പ്രകടനം ഫെക്കുണ്ടോ മെദീന നടത്തിയത് കൊണ്ട് തന്നെ ഒറിജിനൽ ലെഫ്റ്റ് ബാക്കെന്നോ അല്ലെങ്കിൽ പെക്കിംഗ് ഓർഡറിൽ ആദ്യം ഉണ്ടായിരുന്ന താരമെന്നോ ഒക്കെ പറയാവുന്ന നിക്കോളാസ് ടാഗ്ലിയാഫിക്കോക്ക് പകരം ഫെക്കുണ്ടോ മെദീനയെ തന്നെ ആ പൊസിഷനിൽ കോച്ച് ഇറക്കിയേക്കും എന്നാണ് TYC സ്പോർട്സ് റിപ്പോർട്ട്. ഒരു സർപ്രൈസ് ആയിട്ടാണ് അവർ തന്നെ അവതരിപ്പിക്കുന്നത്. ഓൺ ദി അതർ ഹാൻഡ് വി മസ്റ്റ് ലീവ് ദി ഡോർ ഓപ്പൺ ഫോർ എ സർപ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യം അവർ അവതരിപ്പിക്കുന്നത്. ഏതായാലും കാര്യം വളരെ വ്യക്തമാണ്. ആ ഒരു പൊസിഷനിൽ ഫെക്കുണ്ടോ മെദീന എത്താനുള്ള സാധ്യതയുണ്ട്. ദെൻ മിഡ്ഫീൽഡ് എങ്ങനെയാണ് എന്നുള്ളത് വീണ്ടും വ്യക്തമാവുന്നുണ്ട്. റോദ്രിഗോ ഡി പോളും അലക്സിസ് മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും തിയാഗോ അൽമേഡയുമായിരിക്കും. പല സുഹൃത്തുക്കളും ലോ ചെൽസി ഇറക്കും എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല. അർജന്റീൻ ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം, മധ്യനിരയിൽ റോദ്രിഗോ ഡി പോളും അലക്സിസ് മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും തിയാഗോ അൽമേഡയും ഇറങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.